പ്രണയശലഭം പാർട്ട് 39. ഒടുവിൽ അത് ചെറിയമ്മയുടെ അടുത്തെത്തിയതും അവർ ദേഷ്യത്തിൽ ആ ജ്യൂസിലേക്ക് നോക്കി. ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയതും അത്രയും നേരം ചിരിച്ചോണ്ടിരുന്ന അവന്റെ ചിരി മാഞ്ഞു. പക്ഷേ അത് മറ്റുള്ളവർ കാണാതിരിക്കാൻ പെട്ടെന്ന് വീണ്ടും ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് അവൻ മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയി. എന്നാൽ അവൻ്റെ ആ സങ്കടം നീലി കണ്ടിരുന്നു. എൻ്റെ മോന് ഇങ്ങനെ ഒന്ന് സന്തോഷിച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്ത് സന്തോഷത്തിലാ എൻ്റെ മോന് ഇങ്ങനെയെല്ലാം ആയത് എൻ്റെ ഈ മോള് വന്നിട്ടാ. നീലിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ അവരെ നോക്കി. നമുക്കൊന്ന് പുറത്ത് പോയാലോ? ഹരിയോട് ഞാൻ വിളിച്ചു പറയാം, എല്ലാവർക്കും ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. പെട്ടെന്ന് അങ്ങോട്ട് വന്നുകൊണ്ട് ശ്രീകാന്ത് പറഞ്ഞതും അതിനെന്താ, ഞങ്ങൾ എപ്പോഴോ റെഡി. അമ്മു ചാടി കയറി പറഞ്ഞു. എന്നാ ഞങ്ങൾ വീട്ടിൽ പോയി റെഡിയായിട്ട് വരാം. ബാമയും അങ്ങനെയായിരുന്നു ഉത്തരം നൽകിയത്. അമ്മയും വാ. ശ്രീകാന്ത് അവൻ്റെ അമ്മയെ വിളിച്ചതും ഇല്ല മോനെ, നിങ്ങളെല്ലാം പോയി വാ, അതാണ് അമ്മക്ക് സന്തോഷം. അച്ഛൻ രാത്രി വരുമ്പോൾ ഞാൻ ഇവിടെ വേണം. അവർ സന്തോഷത്തോടെ അത് പറഞ്ഞതും അവനും അത് ശരിയെന്ന് തോന്നി. ശ്രീയേട്ടാ, ഇന്ന് റെസ്റ്റ് ഉണ്ടായിട്ടേ ഇല്ലാട്ടോ. പോകാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ട് നീലി പറഞ്ഞു. എന്തിനാ കുറേ റെസ്റ്റ്? ഇത്രയും കാലം റെസ്റ്റ് ആയിരുന്നു. അത് വിചാരിച്ച് എൻ്റെ രോഗം മാറിയോ? ഇല്ലല്ലോ. ഓ, അതുപോലെ ആണോ ഇത്? കുറച്ചു നേരം ഒന്ന് വിശ്രമിക്ക്. എൻ്റെ പെണ്ണെ, നീ ഇങ്ങനെ അതെന്നെ ആലോചിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ, നീ വന്ന. അതും പറഞ്ഞ് അവളെയും കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി. നീലി മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്ക് വന്നു. അമ്മുവും അപ്പവും ബാമയും സ്നേഹിയും മരിയും അവിടെ ആദ്യമേ നിൽപ്പുണ്ട്. അങ്ങനെ എല്ലാവരും യാത്ര തിരിച്ചു. ഫുഡ് കഴിച്ചും മാളിൽ കയറി ഷോപ്പിംഗ് ചെയ്തും ഒടുവിൽ അവരൊരു പാർക്കിൽ കയറി. ശ്രീയുടെ ഈ ആവേശം എല്ലാവർക്കും ഒരു ഉന്മേഷമായിരുന്നു. വാ നീലി, ഇവിടെ ഇരിക്ക്. അയ്യോ, എനിക്ക് പേടിയാ. വേണ്ട വേണ്ട. ആകാശം കാണുന്ന തോണിയിലാണ് നീലിയെ ശ്രീകാന്ത് നിർബന്ധിച്ച് വിളിച്ചത്. ഓ, നീ ഇവിടെ ഇരിക്ക്. ഇതിലാദ്യം തന്നെ ചാടി കയറിയിരുന്ന ഇവരെ കണ്ടോ? ധൈര്യം കൊണ്ടാണോ? അത് ആടുമ്പോൾ കാണാം ഇവരുടെ ധൈര്യം. ബാമയെയും സ്നേഹയെയും അപ്പുവിനെയും അമ്മുനെയും കളിയാക്കിക്കൊണ്ട് ഹരി അത് പറഞ്ഞതും ചേട്ടനെ ഞങ്ങളുടെ ധൈര്യം അറിയില്ല. ബാമ ഒരു പുച്ഛത്തോടെ പറഞ്ഞു. അതന്നെ, ഞങ്ങളുടെ ധൈര്യം ചേട്ടൻ കാണാൻ പോകുന്നേ ഉള്ളൂ. നീ വാ നീലി, ഞാനില്ലേ നിന്റെ അടുത്ത്. അത് കേട്ടതും പേടിച്ചുകൊണ്ട് നീലി ശ്രീയുടെ അടുത്ത് വന്നിരുന്നു. അത് മുന്നോട്ട് നീങ്ങാൻ തുടങ്ങിയതും നീലി പേടിച്ച് വിറച്ച് അവനെ കെട്ടിപ്പിടിച്ചാണ് ഇരിപ്പ്. തോണി ആകാശം വരെ എത്തിയതും അയ്യോ നിർത്തണേ, ഓടിവായോ ചേട്ടാ, നിർത്താൻ പറ. ബാമയുടെ നിലവിളി അവിടെ ഉയർന്ന് കേട്ടു. അത് കേട്ട് ഹരി പൊട്ടിച്ചിരിക്കുന്നുണ്ട്. സ്നേഹ കണ്ണും അടച്ച് തോണി മുകളിലെത്തിയതും ഹരിയുടെ മടിയിലാണ് ഇരിപ്പ്. എല്ലാം കഴിഞ്ഞ് തോണി നിർത്തിയതും നീലി സമാധാനത്തോടെ ശ്രീകാന്തിനെ നോക്കി. ഇപ്പൊ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇത്രയേ ഉള്ളൂ. അവിടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ശ്രീ അത് പറഞ്ഞതും അവളും സന്തോഷത്തോടെ അവൻ്റെ കൂടെ അതിൽ നിന്നും ഇറങ്ങി. എന്തൊക്കെയായിരുന്നു ധൈര്യം കാണിക്കാൻ കയറിയ ഒരാള്. അതിൽ നിന്നും ഇറങ്ങിയത് കൊണ്ട് തല കറങ്ങുന്നു എന്നും പറഞ്ഞിരിക്കുന്ന ബാമിയെ കളിയാക്കിക്കൊണ്ട് ഹരി ചോദിച്ചു. ഈ ബാമ ചേച്ചി നാണം കെടുത്തിയാലോ? ചേ. അപ്പു ഒരു നാണക്കേടോടെ പറഞ്ഞു. ചേച്ചി മോശം മോശം, 3 ചേച്ചിമാരും വളരെ മോശം. എനിക്കുള്ള ധൈര്യം പോലും 3 ചേച്ചിമാർക്കുമില്ല. അമ്മ ആയിരുന്നു ധൈര്യത്തോടെ അത് പറഞ്ഞത്. ഓ, നിന്റെ ധൈര്യം ഞാൻ കണ്ടിരുന്നു. നീ പിടിച്ച് മാന്തിയിട്ട് എൻ്റെ കയ്യിലെ തൊലി മുഴുവൻ പോയിട്ടുണ്ട്. അത് കേട്ടതും അപ്പു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് ഇളിച്ചു കാണിച്ചു. അയ്യടാ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഞാനതാ ധൈര്യശാലി. ഞാൻ ഒറ്റയ്ക്ക് നിന്നാ പൊരുതിയത്. ബാമ, ഓ സമ്മതിച്ചു. നിനക്ക് വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും വേണോ? ശ്രീകാന്ത് ചോദിച്ചതും ഓ വേണ്ട, കുറച്ചു നേരം ഒന്ന് ഇങ്ങനെ ഇരുന്നാൽ മതി. നിങ്ങളെല്ലാം പോയി കളിച്ചോ, ഞാൻ ബാമയുടെ അടുത്തിരുന്നോളാം. നീലി അതും പറഞ്ഞ് ബാമയുടെ അടുത്തിരുന്നു. ഞാനും ഇരിക്കാം എന്ന സ്നേഹയും അവളുടെ കൂടെ ഇരുന്നു. എന്നാ അതിനുശേഷം അങ്ങോട്ട് വാ, ഞങ്ങൾ അവിടെ യന്ത്രയൂഞ്ഞാലി കാണും. അവർ പോയതും നീലി അവരെ തന്നെ അവിടെ ഇരുന്ന് നോക്കിക്കാണുകയായിരുന്നു. ശ്രീകാന്ത് സന്തോഷത്തോടെ അമ്മുവിനെയും അപ്പുവിനെയും അതിലേക്ക് പൊന്തിച്ചു വെക്കുന്നത് സന്തോഷത്തോടെ നിൽക്കുന്ന അവനെ അങ്ങനെ നോക്കി നിന്നു. ശ്രീകാന്ത് സാറ് ഒരുപാട് മാറിയല്ലേ? അവളുടെ ആ നോട്ടം കണ്ട് സ്നേഹ ചോദിച്ചു. നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടിയപ്പോൾ മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കണോ കരയണോ എന്നറിയുന്നില്ല, നീലി വിഷമത്തോടെ പറഞ്ഞു. എന്താ നീലി ഇത്? ശ്രീകാന്ത് ചേട്ടനൊന്നും സംഭവിക്കില്ല, ഞങ്ങളെല്ലാം കൂടെയില്ലേ? ബാമ അവളെ സമാധാനപ്പെടുത്തി. അതല്ല ബാമേ,
ഇന്ന് ആ മനുഷ്യനൊന്ന് റെസ്റ്റ് പോലും എടുത്തിട്ടില്ല. ഫുൾ ടൈം റെസ്റ്റ് പറഞ്ഞ മനുഷ്യനാണത്. അത് ഓർത്തിട്ടാ. അതുമല്ല, ഹോസ്പിറ്റലിൽ പോയപ്പോൾ പെട്ടെന്ന് സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞതാ, ഇല്ലെങ്കിൽ പ്രശ്നമാണെന്ന്. പക്ഷെ ശ്രീയേട്ടൻ സമ്മതിക്കുന്നില്ലേ. നീലി സങ്കടത്തോടെ ഭാമിയെ കെട്ടിപ്പിടിച്ചതും, ഞങ്ങളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. ഹരിയേട്ടനോട് സംസാരിക്കാൻ ഞാൻ പറഞ്ഞോളാം, നീ വിഷമിക്കാതെ. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് സ്നേഹ പറഞ്ഞു. കുറച്ചു നേരം അവിടെ മൗനമായിരുന്നു. നീലി, ശ്രീയേട്ടൻ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നീ ആ കണ്ണുകളെല്ലാം തുടച്ച് ഒന്ന് നേരെ ഇരുന്നേ. അത് കേട്ടതും നീലി കണ്ണെല്ലാം തുടച്ച് ഒന്ന് നേരെ ഇരുന്നു. നീലി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിന്നെ വിവേകും പാർവണയും വന്ന് അന്വേഷിക്കാറുണ്ട്. നീ ഇനി അങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ. ഇപ്പോൾ തന്നെ 3 മാസത്തോളമായി. ഒരുപാട് ലീവുമായില്ലേ? ഭാമിയായിരുന്നു അത് ചോദിച്ചത്. എങ്ങനെ ഞാൻ ഈ ടൈമിൽ ശ്രീയേട്ടനെ തനിച്ചാക്കി പോകുക? ഇനി പഠനത്തേക്കാൾ വലുതിപ്പോൾ എനിക്കെന്ത് ശ്രീയേട്ടൻ തന്നെയാണ്. ഓ, നീ ഇത് ഓരോന്നാലോചിച്ച് കൂട്ടണ്ട. എല്ലാം ശരിയാവും. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും നീലി. നിന്റെ പ്രാർത്ഥന കേൾക്കാതെ പിന്നെ ആരുടെ പ്രാർത്ഥനയാ ദൈവം കേൾക്കുക? അവരെല്ലാം അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും എല്ലാം ദൈവത്തിൻ്റെ അടുത്തല്ലേ. അപ്പോഴാണ് അങ്ങോട്ട് അമ്മു വരുന്നത്. അവളെ കണ്ടതും ഇവർ ആ വിഷയം സംസാരിക്കുന്നത് നിർത്തി. വാ എല്ലാവരും വാ, നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അമ്മു അതും പറഞ്ഞ് നടന്നു. കൂടെ തന്നെ ഇവരും. അവിടെ എത്തിയതും, നീലി വാ. ഊഞ്ഞാലിലിരിക്കുന്ന ശ്രീകാന്ത് അവളെ വിളിച്ചതും അവൾ അവൻ്റെ അടുത്ത് പോയിരുന്നു. നീലിയെ ചേർത്ത് പിടിച്ച് ശ്രീകാന്ത് ഇരുന്നു. അവനെ കെട്ടിപ്പിടിച്ച് അവൻ്റെ തോളിൽ ഇവളും ഇരുന്നു. ആ സമയത്ത് രണ്ടുപേരും എല്ലാം മറന്ന് നല്ല സന്തോഷത്തിലായിരുന്നു. ഇടയ്ക്ക് നീലി അവനെ നോക്കി, അവൻ അവളെയും. രണ്ടുപേരും അങ്ങനെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ആടുന്നത് കണ്ട് ഭാമ ഇത് സ്നേഹയെ കാണിച്ചു. സ്നേഹ അരിയെയും. അത് കണ്ട് അരി പെട്ടെന്ന് അവൻ്റെ ഫോണെടുത്ത് അവളുടെ ഒരു ഫോട്ടോ എടുത്തു. ഇവരെന്നും ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ത് ഭംഗിയാ രണ്ടുപേരെയും ഇങ്ങനെ കാണാൻ. സ്നേഹയായിരുന്നു അത് പറഞ്ഞത്. ഇത് പറയാനുണ്ടോ? അവർ നല്ല ജോഡിയല്ലേ. അമ്മയായി അച്ഛനായി ഒടുവിൽ മുത്തശ്ശനും മുത്തശ്ശിയും ആവില്ലേ, പിന്നെ എന്താ? അത് കണ്ട് ആവേശത്തോടെ അപ്പു ആയിരുന്നു അത് പറഞ്ഞത്. ഇവർ 3 പേരും മിണ്ടാതെ അവരെ തന്നെ അങ്ങനെ നോക്കി നിന്നു. രാത്രി എല്ലാവരും കൂടെ സന്തോഷത്തോടെ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടിലുള്ളവരാരും ഉറങ്ങിയിട്ടില്ല. ശ്രീകാന്ത് എല്ലാവർക്കും വേണ്ടി വാങ്ങിയ ഡ്രസ്സ് സന്തോഷത്തോടെ ഓരോരുത്തർക്കും കയ്യിൽ നൽകി. ചെറിയമ്മയുടെ കയ്യിൽ നൽകിയതും അവർ അത് ദേഷ്യത്തിൽ നിലത്തിട്ട് പോയതും എല്ലാവരും അത് സങ്കടത്തോടെ നോക്കി. ശ്രീയേട്ടാ, ഏട്ടൻ പോയി ഫ്രഷ് ആവാൻ നോക്ക്, ഞാൻ നൽകിക്കോളാം അതെല്ലാം. അവൻ്റെ മുഖം മാറുന്നത് കണ്ടതും നീലി അത് പറഞ്ഞു. അവൻ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. നീലി അവർക്ക് വേണ്ടി വാങ്ങിയ ആ ഡ്രസ്സ് എടുത്ത് അവരുടെ മുറിയിലേക്ക് പോയി. നീലി അങ്ങോട്ട് പോകുമ്പോൾ ആ തുറന്നിട്ട വാതിലൂടെ അവൾ കണ്ടു അവരുടെ മകളുടെ ഫോട്ടോ നോക്കി തേങ്ങുന്ന ആ അമ്മയെ. അവൾ അത് നോക്കിക്കൊണ്ട് പതിയെ അങ്ങോട്ട് കയറി വന്നു. അവരുടെ ചുമരിൽ അവൾ കൈവച്ചതും അവർ ഞെട്ടിക്കൊണ്ട് നോക്കുമ്പോൾ അത് നീലിയാണ്. നിനക്കെന്താടി എൻ്റെ റൂമിൽ കാര്യം? ഇറങ്ങിപ്പോടി ഇവിടെന്ന്. അവർ ദേഷ്യത്തിൽ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇവിടെ വന്നതാണ് ചെറിയമ്മക്ക് പ്രശ്നമെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം. അതല്ല, ഈ മോളുടെ ഫോട്ടോ നോക്കി നിങ്ങൾ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടതാണ് പ്രശ്നമെങ്കിൽ എനിക്ക് ചിലത് പറയാനുണ്ട്. നിനക്ക് ശബ്ദം കിട്ടിയെന്ന് വിചാരിച്ച് നീ ഇവിടെ എല്ലാവരുടെയും നിന്റെ കെണിയിൽ വീഴ്ത്തി വിചാരിച്ച് നീ എന്നെ അങ്ങനെ കാണാൻ നിൽക്കണ്ട. അവൾ വലിയ സംസാരം കൊണ്ട് വന്നിരിക്കുന്നു, ഇറങ്ങിപ്പോ ഇവിടുന്ന്. അവർ ദേഷ്യത്തിൽ അവളെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞതു. ഞാൻ പോകാൻ വന്നത് തന്നെയാണ്. പക്ഷേ ചെറിയമ്മ എന്ന പേരിന് ഇവിടെ എല്ലാവരും നൽകുന്ന ഒരു ബഹുമാനമുണ്ട്. ചെറിയ അമ്മ എന്ന ആ അർത്ഥമുള്ളത് കൊണ്ട് അത് ഞാനും നൽകുന്നുണ്ട് നിങ്ങൾക്ക്. നിന്റെ ബഹുമാനം എനിക്ക് വേണ്ട. എൻ്റെ മകളെ കൊന്നവൻ്റെ ഭാര്യയാണ് നീ. അവർ തീഷ്ത് പറഞ്ഞതും, ശ്രീകുട്ടി മരിച്ചുപോയി, ശരിയാണ്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടോ എൻ്റെ ശ്രീയേട്ടൻ അവളെ തള്ളിയിടുന്നത്? നിങ്ങൾ കണ്ടോ കൊല്ലുന്നത്? കാണാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എത്ര എളുപ്പമാണ്. നിങ്ങളുടെ മോളെ അത്രയും സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ ശ്രീയേട്ടൻ? എന്നിട്ട് ആരെല്ലാമോ പറഞ്ഞത് കേട്ട് എത്ര കൊല്ലമായി ശ്രീയേട്ടനെ ശിക്ഷിക്കുന്നു. ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ നിങ്ങളൊക്കെ ദ്രോഹിച്ചിട്ട് മതിയായില്ലേ നിങ്ങൾക്ക്? ശ്രീയേട്ടനും ഒരു മനുഷ്യനാണ്. ശ്രീയേട്ടനല്ല അത് ചെയ്തത്. ആ മനുഷ്യനെ നിങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നിയതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിലിൽ ശിക്ഷ കിട്ടി. അതിനുശേഷം വീട്ടിൽ വന്നപ്പോൾ ആരും മിണ്ടാതെ ഇത്രയും കാലം ശിക്ഷിച്ചു. നിങ്ങളൊക്കെ കാരണമാണ് ആ മനുഷ്യൻ ഇന്ന് ഇങ്ങനെ വേദന അനുഭവിക്കുന്നത്. നിങ്ങൾ കാരണം. എന്നിട്ട് നിങ്ങളുടെ മോളുടെ സങ്കടം നിങ്ങൾക്ക് പറയാനുണ്ടാവാം. പക്ഷേ ഒന്നോർത്തോ, ജീവനോടെയുള്ള ആ മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിച്ചിട്ട് നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയോ? ഇല്ലല്ലോ.
നിങ്ങളുടെ മകളാണ് ആ സ്ഥാനത്ത് എന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോഴും ആരും മിണ്ടാതെ ശിക്ഷിക്കണോ? ഇല്ല, നിങ്ങൾ മകളെ ശിക്ഷിക്കില്ല. കാരണം ശ്രീയേട്ടനെ നിങ്ങളൊരു മകനായിട്ടല്ല കണ്ടത്. നോ. നീലിയുടെ സംസാരം കേട്ട് അവർ പോലും അറിയാതെ അവരുടെ വായിൽ നിന്നും അത് വീണിരുന്നു. നിങ്ങളോട് ആ മനുഷ്യന് മിണ്ടാൻ എത്ര ആഗ്രഹമുണ്ട് ആ മനസ്സിലെന്ന് നിങ്ങൾക്കറിയോ? ശരിയാ, നിങ്ങളുടെ മോള് മരിച്ചു. പക്ഷേ അത് ചെയ്തത് ഒരിക്കൽ പോലും ശ്രീയേട്ടനായിരുന്നില്ല. അതും പറഞ്ഞ് അന്ന് നടന്നത് ശ്രീ പറഞ്ഞതുപോലെ അവൾ ചെറിയമ്മയോട് പറഞ്ഞു. അവർ ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് കിടക്കിലേക്കിരുന്നു. നീലി അവളുടെ അടുത്ത് വന്നിരുന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. കാലം ഒരുപാട് കഴിഞ്ഞു പോയി. ചെറുപ്പം മുതലേ അവനെ ദോഹിച്ചു, അവനെ ശിക്ഷിച്ചു. ഇനിയെങ്കിലും ഒന്ന് സംസാരിക്ക്. അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. എനിക്ക് അച്ഛനും അമ്മയുമുണ്ട്. എന്നിട്ട് എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത അവർ വേദനിച്ചപ്പോൾ ഞാൻ അനുഭവിച്ചൊരു വേദനയുണ്ട്. എനിക്കറിയാം, സ്വന്തം അച്ഛനും അമ്മയും സ്വന്തം മക്കളെ അവഗണിച്ചാലുള്ള വേദന. അത് ഞാൻ ശ്രീയേട്ടനിൽ കാണുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ ജീവിതാനുഭവം കൊണ്ട്. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക് ശ്രീയേട്ടനെ. അതും പറഞ്ഞ് അവൾ അവിടെ നിന്നും എണീറ്റു. നിങ്ങൾക്ക് മകളായി ഞാനുണ്ട്. എനിക്ക് ലഭിക്കാത്ത ഒരമ്മയാകാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. കാരണം ഞാനും ഒരു മോളാണ്. എന്തിനു പറയുന്നു, ഇവിടെയുള്ള ശ്രീയേട്ടൻ്റെ അമ്മുവും അപ്പവും എല്ലാവരും നിങ്ങളുടെ മക്കളാണ്. ആരുമില്ല, നിങ്ങളുടെ മകളില്ല എന്ന സങ്കടം മാറ്റി ഞങ്ങളെല്ലാം മക്കൾ തന്നെയാണെന്ന് ചിന്തിക്ക്. നീ അതൊക്കെ പറഞ്ഞിട്ടും ഒന്നും മിണ്ടാതെ സങ്കടത്തോടെ അവർ ഇരിക്കുന്നത് കണ്ടതും അവൾ അവിടെ നിന്നും തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട്, അതിൽ നിങ്ങൾക്ക് വേണ്ടി ശ്രീയേട്ടൻ സ്നേഹത്തോടെ വാങ്ങിച്ച സാരിയാണ്. അത് നിങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിലും അതെടുത്തു വെക്കാനെങ്കിലും ശ്രമിക്കണം. അതെൻ്റെ അപേക്ഷയാണ്. പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം എല്ലാം. അതും പറഞ്ഞ് നീനി അവിടെ നിന്നും കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ അവിടെ ചെറിയച്ഛൻ നിൽപ്പുണ്ട്.